അസുഖം വന്നു കഴിഞ്ഞാൽ ആരുടെ ചികിത്സാ രീതിയാണ് ഫലിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ലല്ലോ. ഇതാ വഴിയരികിൽ നിന്ന് വാചക കസർത്ത് നടത്തി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മരുന്ന് കച്ചവടക്കാരൻ. തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, ചുണ്ടുവേദന, പല്ലുവേദന, താണ്ടിവേദന, കൊരുക്കുവേദന, വയറുവേദന, കാലുവേദന, എല്ലാ അസുഖങ്ങളും. ഹലോ ഹലോ, എന്തോ അസുഖമില്ലല്ലോ? എനിക്കൊരു അസുഖമില്ല. ഒരു അസുഖമില്ലേ? അത് തന്നെ ഇതിന്റെ അസുഖം. അതാണ് നിങ്ങള് എന്ത് അസുഖമാണ്? ഹലോ ചേട്ടാ, ആ കൊച്ചിന് എന്തോ ഒരു അസുഖമുണ്ട്, മാറ്റിത്തരാം. വായോ. ഹലോ, എന്ത് അസുഖം മാറ്റിത്തരാം, വരുവിൻ. എന്ത് അസുഖത്തിനുള്ള എന്റെ മരുന്നുണ്ട്, ഏത് അസുഖം ഞാൻ മാറ്റിത്തരാം. പിള്ളവാദം. ആ, പിള്ളവാദം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള പിള്ളച്ചന്മാർക്ക് വരുന്ന വാദമാണ് പിള്ളവാദം. അത് മാറ്റാൻ വല്ല പണിയുണ്ടാ? മാറ്റാനുള്ള വഴിയുണ്ട്, പറഞ്ഞുതരാം. കമലഹാസന്റെ പേർ ചൊല്ലും പിള്ള എന്ന കാസറ്റ് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുത്താൽ മാറി കിട്ടും. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോ? എന്താണ്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്. പനി വരാറുണ്ട്. അപ്പൊ ഈ പനി വരാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ? പനി വരാതിരിക്കാൻ ഒരു മരുന്നുണ്ട്. എന്താ? പനി വരാതെ നോക്കാം. അതെങ്ങനെ? ആ, പിന്നെ പനി മാറാൻ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് എഴുതിയെടുത്തോ. അതായത് ആടലോടകത്തിന്റെ അല. ആടലോടകത്തിന്റെ അലയോ? ആ, ആടലോടകത്തിന്റെ അല 10 എണ്ണം. 10 ആ, 10 എണ്ണം. അതെന്തിനാ? അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. പിന്നെ തൃത്തല. എന്തല്ല? തൃത്തല. അതെന്തൊട്ടാ സാധനം? അത് ചേർത്തല അടുത്ത് കിട്ടുന്ന അല്ലയാണ് തൃത്തല. അത് ഈ തൃത്തല ഒരു 25 എണ്ണം. 25 അതന്നെ, 25 തൃത്തല. പിന്നെ 1/2 കിലോ ഇത് കൽക്കണ്ണം. എന്ത് കണ്ട? അതന്നെ, കല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന കണ്ണം കൽക്കണ്ണം. മനസ്സിലായോ? അപ്പൊ ഈ കൽക്കണ്ണം ഒരു 1/2 കിലോ. 1/2 കിലോയാ? പിന്നെ ഈ കൈനക്കൂമ്പിനുള്ളിൽ ഒരു കൂമ്പുണ്ടല്ലോ, അതിനുള്ളിൽ ഒരു കൂമ്പുമില്ല. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. കൈനക്കൂമ്പിനുള്ളിൽ ഒരു കൂമ്പുമില്ല. അപ്പൊ ഈ ആട്ടിങ്ങാട്ടം, അയ്യേ എടോ, അത് നല്ല അവിത്തുന്നുള്ള സാധനമാണ്. അപ്പൊ ഈ ആട്ടിങ്ങാട്ടം ഒരു 1/2 കിലോ. 1/2 കിലോ? 1/2 കിലോ. ഇത്രയും സാധനങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ പനി വരാതെ സൂക്ഷിക്കാം. എല്ലാ വാപ്പമാരെ പോലെയും അദ്രമാൻ ഷുക്കൂറിനും തൻ്റെ മകൻ നല്ല നിലയിൽ വളരണമെന്നാണ് ആഗ്രഹം. ഏതോ ഒരു ദിവസം എന്തോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഷുക്കൂർ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. അദ്ദേഹം തൻ്റെ ഭാര്യ നബീസയെ അലറി വിളിച്ചു. നബീസ, എടി നബീസ. അയ്യോ, നമ്മളിതാ വന്നൂന്നേ. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ തൊണ്ടോർക്കണത്? ബാക്കിയുള്ള സുഖമില്ലേ? നിനക്കെന്തിന്റെ സുഖേടാണെന്നേ? നമ്മുടെ തൊണ്ടയ്ക്കല്ലേ സുഖമില്ല മനുഷ്യനെ. എടി ഹിമാറെ, നിനക്ക് എന്തിന്റെ അസുഖമാണെന്നേ? എന്റെ പൊന്നു മനുഷ്യനെ, നമ്മുടെ തൊണ്ടയ്ക്കല്ലേ സുഖമില്ലേ? തൊണ്ടിട്ട് ഒരൊറ്റ അക്ഷരം പോലും അങ്ങോട്ട് സംസാരിക്കാൻ പറ്റണില്ല. നമ്മുടെ സൗണ്ടിന്റെ ആംപ്ലിഫയർ പോയി കിടക്കാൻ മനുഷ്യനെ. എന്തൊട്ട് ഭർത്താനാണ് പറയണേ? നിന്റെ തൊണ്ടക്ക് സുഖമില്ലാഞ്ഞിട്ട് ഇങ്ങനെ. ഈ കണക്കിന് തൊണ്ടക്ക് സുഖം ഉണ്ടായിരുന്നെങ്കിലാ. അതൊക്കെ പോട്ടെ, നിന്റെ പൊന്നു അങ്ങോട്ട് വിളിച്ചേ. എന്റെ പൊന്നു മനുഷ്യനെ, ഏത് പിള്ള? അൻസാറ, നിസാറ, ഷുക്കൂറ, കാറ, കബീറ, മൊയ്തീന, ഓ ഷുക്കൂറ. ഷുക്കൂറ എന്താണ്? ഷുക്കൂറ, നിന്നെ ബാപ്പ വിളിക്കണു. മുണ്ടരുതും എന്താണ്ടേ ഇതെന്താണെന്ന്? കത്താണ്. എടി, നിന്റെ പുന്നാര മോനെ എഴുതിയ കത്താണിത്. വായിച്ചു നോക്കിക്കോ. പ്രായമുള്ള നാറിക്ക്. പ്രായമുള്ള നാറിക്ക് നല്ല പാപ്പ. പിന്നെ പ്രിയമുള്ള നാദിരായിക്ക്. അരിഞ്ഞുണങ്ങിയ നിന്നെയും കാത്ത്. അരിഞ്ഞുണങ്ങിയെന്നൊന്നും അല്ല, അണിഞ്ഞൊരുങ്ങിയ നിന്നെയും കാത്ത്. എന്റെ കളറേ, കരളേന്നല്ലേ? ഞാൻ നിന്നെ കട്ടുകൊണ്ടു പോകാൻ വേറൊരു കുറുക്കൻ വരുന്നുണ്ട്. നിന്നെ കട്ടുകൊണ്ടു പോകാനൊന്നും അല്ല, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേറൊരു ചെറുക്കൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞു പാപ്പ. എന്ന് ഞാൻ ചൊറിഞ്ഞു. എന്ന് ഞാൻ അറിഞ്ഞു. എന്റെ മെസ്സിലെ തൊമരപ്പൈങ്കിളി, എന്റെ മനസ്സിലെ താമരപ്പൈങ്കിളി ഞാൻ പാപ്പ. നിന്നെ ഞാൻ മാരാർക്ക് വിട്ടുകൊടുക്കില്ല. മാരാരല്ല പാപ്പ, ഇനി ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കൂല. നിന്റെ വാപ്പ നമ്മുടെ ബാണ്ഡത്തിന് എതിരാണെന്ന് നമുക്കറിയാം. ബാണ്ഡമല്ല പാപ്പ, ബന്ധം. എന്നെ മൂത്രമൊഴിച്ചു നിർത്തരുത്. മൂത്രമൊന്നല്ല പാപ്പ, എന്നെ മാത്രം ഒഴിച്ചു നിർത്തരുതെന്ന്.
ഞാൻ വളച്ചാ നീ വളയണം. ഞാൻ വിളിച്ചാ നീ വരണമെന്നാണ് വാപ്പ. മരവിച്ചാലും ജപിച്ചാലും ഒന്നിച്ച് പാടാ. മരിച്ചാലും ജീവിച്ചാലും ഒന്നിച്ച് വാഴാമെന്നാണ് വാപ്പ. ഇവിടെ പാടാ, നമുക്ക് എന്താണ്ടത്? എന്റെ വാപ്പ പിച്ചയും ഉമ്മ മച്ചിയുമാണ്. അല്ല എന്താണ്ടത്? വാപ്പച്ചി ഉമ്മച്ചിന്നാണ്. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. നിനക്ക് ഞാൻ 1000 മെത്തകൾ വാങ്ങിച്ച് തരാം. എന്റെ പുള്ളേ, ഇവിടെ 2 മെത്ത പായിടാനില്ല. അതിനിടെ കൂടെ 1000 മെത്ത. 1000 മെത്തയല്ല, ആ. മുത്തം മുത്തം. ഉവ്വ, ഉവ്വ. എന്ന് നിന്റെ കനാലിലെ പുതുരാമൻ എന്ന് കിനാവിലെ പുതുമാരനാണ്. അക്കരെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അക്കരെ തെറ്റല്ല മനസ്സിലേ, പിന്നെ ചോദിച്ചാണ് അക്ഷരത്തെറ്റ്. എന്ന് ഷുഗർ സുലൈമാൻ ചെട്ടി. 2 ചെട്ടിയേക്കാ. ഷുക്കൂർ സുലൈമാൻ സേട്ടെന്നാണ്. ഷുക്കൂർ സുലൈമാൻ ചേട്ടോ, അത് നമ്മുടെ പേരല്ലേ? എടാ, ഇത് നമ്മുടെ പേര് എന്തിനാണ് എഴുതി വെച്ചത്? അത് വാപ്പാന്ന് പറയാൻ സമ്മതിക്കണ്ടേ? എടാ, നമ്മുടെ പേര് എന്തിനാണ് എഴുതി വെച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ ആർക്കും എഴുതിയെടുത്തൊന്നുമല്ല. നീ എഴുതിയല്ലേ? വാപ്പാടെ പെട്ടി തപ്പിയപ്പം കിട്ടിയതല്ലേ. വാപ്പ പണ്ട് അടുത്ത വീട്ടിലെ നാദരാക്കിയെടുത്ത കത്താണ്. എന്റെ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നായാലും നമ്മൾ എല്ലാവരും മരിക്കും. മരിച്ചു പരലോകത്തെത്തുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നമുക്ക് യാതൊരു പിടിയുമില്ല. ഇതാ നമ്മുടെ ഭാവനയിൽ മരിച്ചു പരലോകത്തെത്തിയ ചില വ്യക്തികൾ. ചിത്രഗുപ്ത, എന്താ പ്രഭു? സമയം കുറെ ആയല്ലോടോ. ആ, ഈയിടെയായിട്ട് ആരെയും കാണുന്നില്ലല്ലോ. നരകത്തിൽ ഈയിടെയായിട്ട് കളക്ഷൻ തീരെ മോശമാ. എല്ലാരും ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ആരൊക്കെയോ വരുന്നുണ്ടല്ലോ. വരട്ടെ. എന്താണ് ഇയാൾ ചെയ്ത കുറ്റം? എന്താണോ താൻ ചെയ്ത കുറ്റം? ഞാനൊരു ചതിയിൽപ്പെട്ട് മരിച്ചതാ. ഞാനൊരു വീട്ടിലൊരു ദിവസം കക്കാൻ കയറി. എന്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. ആ. ഞാൻ വീട്ടുടമസ്ഥനെ വിളിച്ചു വിളിച്ച് തോക്ക് കൊണ്ട് കാണിച്ചു. ആ, ഉടനെ അയാൾ എന്നോട് ചോദിച്ചു തോക്കിന് എന്ത് വിലയാണെന്ന്. ആ, കാശ് കുറച്ച് അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു 5000 രൂപയെന്ന്. ആ. ഉടനെ അയാൾ കാശ് എടുത്ത് തന്നു. ഞാൻ തോക്ക് കൊടുക്കുകയും ചെയ്ത്. ഉടനെ ഞാൻ തോക്കെടുത്ത് അയാൾ എന്നെ വെടിവെച്ച് വന്ന്. അങ്ങനെയാണ് ഞാൻ മരിച്ചത്. ക്ഷമിക്കാൻ പറ്റാത്ത അപരാധമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 1001 തവണ ചാട്ടവാറിന് അടിച്ചതിന് ശേഷം ഇവൻ മരിച്ചില്ലെങ്കിൽ എണ്ണയിൽ വറുത്തെടുക്കണം. ഇവനെ കൊണ്ടുപോകൂ. അടുത്തയാൾ കടന്നു വരൂ. വരട്ടെ വരട്ടെ. എന്താടേ ഇയാൾ ഫാൻസി ഡ്രസ് മത്സരത്തിന്റെ ഇടയ്ക്ക് മരിച്ചതോ? ഏയ് അല്ലല്ല. ആ. ഇയാൾ വസ്തുതർക്കം മൂത്തപ്പോൾ തന്റെ അയൽക്കാരനെ കത്തി എടുത്തു കുത്തി, എന്നിട്ട് ആത്മഹത്യ ചെയ്തു. അതാ കഠിനമായ കുറ്റമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ആ. അതുകൊണ്ട് ഇവന് 12 വർഷത്തെ കഠിന തടവിന് നാം വിധിച്ചിരിക്കുന്നു. എന്റെ പൊന്നെ മാനെ, തടവുമ്പോ പതുക്കെ തടവണം. എന്റെ ഈ കയ്യിൽ 3 ഒടിവുള്ളതാ. തടവാനല്ലടോ, തടവ് തടവ്, കഠിന തടവ്. തടവോ? ദൈവമേ, ഭൂമിയിലെ കോടതിയിൽ 2 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിട്ടാ അത് പേടിച്ച് ഞാൻ തൂങ്ങി മരിച്ചത്. ഇവിടെ വന്നപ്പോ 12 വർഷം തടവോ. എന്റെ വിധി. കൊണ്ടുപോടോ. അടുത്തതായി മരിച്ചു വന്നിരിക്കുന്ന ആര്? അത് ഒരു കൊലയാളിയാണ്. എന്താണ് ഇവന്റെ പേരിലുള്ള കുറ്റങ്ങൾ? ഇയാൾ 10 പേരെ കുത്തിക്കൊന്നു. ഹോ, ഒട്ടും ദയറിക്കാത്ത കുറ്റമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൊടുക്കാവുന്ന വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഇവന് കൊടുത്തിരിക്കണം. 12 വർഷത്തേക്ക് നമ്മുടെ ഇരുട്ടറയിലേക്ക് തള്ളു ഇവനെ. എന്താണ് ഇയാൾ ചിരിക്കുന്നത്? 12 വർഷത്തേക്ക് ഞങ്ങൾ ഇരുട്ടറയിലേക്ക് തള്ളാൻ പോവുകയാണ് ഇയാളെ. തള്ളിക്കോ. ഇയാൾക്കൊന്നും കാണാൻ സാധിക്കില്ല. കാണണ്ടേ? ഇയാൾ ഒരു അന്ധനായി തീരും. ആയിക്കോട്ടെ. ഇയാൾക്ക് ഒരു ലോകത്ത് ഒന്നും കാണാൻ സാധിക്കില്ല. ഇയാൾ ഒരു കുരുടനായി തീരും. പ്രശ്നമല്ല. ഇയാൾക്ക് എന്താ വട്ടു പിടിച്ചോ? പവർ കട്ടിൽ ജനിച്ച് പവർ കട്ടിൽ വളർന്ന് പവർ കട്ടിൽ മരണമടഞ്ഞ കേരളീയനായ എനിക്ക് ഇരുട്ടൊരു പ്രശ്നമോ? എവിടെ ഇരുട്ടറ? പ്ലീസ് കാണിച്ചു തരൂ. എനിക്ക് ഇരുട്ടാണ് വേണ്ടത്, വെളിച്ചം വേണ്ട. എനിക്ക് തിരക്കായി. പ്ലീസ് പ്ലീസ്, എനിക്ക് ഇരുട്ട് കാണാൻ കൊതിയായി. ഞാൻ കേരളത്തിലെത്തിയോ? അയ്യോ അയ്യോ, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ കേരളത്തിലെത്തി. ഇരുട്ടറ, ആ ഇരുട്ട്. ആഗ്രഹ നിവാരണത്തിന് പ്രാർത്ഥനയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ആഗ്രഹ നിവാരണത്തിന് കഠിന തപസ്സിലിരിക്കുകയാണ് ഈ 3 വ്യക്തികൾ.
ഭക്തരെ, സ്വാമി ഭക്തവത്സല, സ്വാമി നിങ്ങളുടെ ഭക്തിയിൽ നാം സന്തുഷ്ടനാണ്. എന്തു വരമാണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചുകൊള്ളു. ഞാനൊരു പാവപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാരനാണ്. സ്വർണ്ണ കച്ചവടം നടത്തി എന്റെ ജീവിതമാകെ കോഞ്ഞാട്ടയായി. ഇപ്പൊ എന്റെ ഷോറൂമിൽ ഒരു പവന്റെ സ്വർണം പോലും ഇല്ല. എന്റെ ഷോറൂം നിറയെ സ്വർണം തന്ന് അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. നിന്നിൽ നാം പ്രസാദിച്ചിരിക്കുന്നു. താങ്ക് യു ബ്രഹ്മ. നീ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും നിന്റെ ഷോറൂം മുഴുവൻ സ്വർണമയമായിരിക്കട്ടെ. താങ്ക് യു സ്വാമി. എന്താ നിന്റെ ആഗ്രഹം? എന്റെ പൊന്നു സ്വാമി, ഞാൻ ഇയാളെങ്കിൽ ദരിദ്രനായ ഒരു പാവപ്പെട്ട ഒരു ചെമ്പ് കച്ചവടക്കാരന്റെ മകനാണ്. എന്റെ അച്ഛൻ ചെമ്പ് കച്ചവടം നടത്തി ഞങ്ങളുടെ ഗോഡൌണിൽ ഒരു ഒറ്റ ചെമ്പ് പാത്രം പോലും ഇല്ല സ്വാമി. സ്വാമി ദയവ് ചെയ്ത് ആ ഗോഡൌണിൽ നിറയെ ചെമ്പ് പാത്രങ്ങൾ നിറച്ചു തരണേ എന്റെ പൊന്നു സ്വാമിയെ. നിന്നിലും നാം പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എന്റെ പൊന്നു സ്വാമി. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. അയ്യോ സ്വാമിയേ, അയ്യോ, ഞാൻ ഇവരെക്കാളൊക്കെ പാവപ്പെട്ടവനാണ്. ഞാനൊരു പാവപ്പെട്ട കള്ളനാണ്. എനിക്ക് കക്കാൻ മാത്രമേ അറിയാവൂ. എനിക്ക് സ്വർണമോ ചെമ്പോ വെള്ളിയോ ഒന്നും വേണ്ട. പിന്നെന്തു വരമാണ് വേണ്ടതെന്ന് ചോദിക്കൂ. എനിക്കിപ്പോ ഇവിടെ ഇരുന്നിരുന്ന രണ്ടുപേരുടെ അഡ്രസ് മാത്രം തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു.